നമസ്കാരം. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് മാർച്ച് 9, 10, 11, 12, 13 എന്നീ 5 ദിവസങ്ങൾ ഏറ്റവും ശുഭകരമാണ്. തലവര മാറാൻ പോവുകയാണ് എന്ന് തന്നെ പരാമർശിക്കാം. മാളവ്യ രാജയോഗവും ധനയോഗവും ഒന്നിച്ച് ഇവരിൽ രൂപം കൊള്ളാൻ പോവുകയാണ്. ഈ രാജയോഗങ്ങളാൽ 5 രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെ സംഭവിക്കാവുന്നതുമാണ്. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഈ രാശിയിലുള്ള വ്യക്തികൾക്ക് സാധിക്കുകയും ചെയ്യും. കൂടാതെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരിൽ നിന്നും അകലുകയും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും. അനവധിയാർന്ന കാര്യങ്ങൾ നിറവേറ്റുവാൻ ഇവർക്ക് സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഈ രാശിക്കാർക്ക് രാജയോഗത്താൽ അനുകൂലമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഏതെല്ലാം സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ വന്ദിക്കുക, അല്ലെങ്കിൽ ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നു എന്ന് തന്നെ പരാമർശിക്കാം. വളരെ അനുകൂലമായ ഫലങ്ങളാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടങ്ങൾ, ജീവിതത്തിൽ സന്തോഷം, സമാധാനം, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ ചിന്തകൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. സാമ്പത്തിക പരാധീനതകൾ, ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് ഇവർ. മറ്റുള്ളവരിൽ നിന്നും കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായ സാഹചര്യം പോലുമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ ലഭിക്കും. കൂടാതെ സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വച്ചടി കയറ്റമാണ് ഇവർക്ക് വന്നു ചേരുക. പല പ്രയാസങ്ങളും ജീവിതത്തിൽ നിന്നും അകലുന്നതാണ്. എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ സമയം ഇവർക്ക് സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. ദമ്പതികൾക്ക് സന്തോഷം നിറഞ്ഞ സമയമായിരിക്കും. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് ഇവർക്ക് വന്നു ചേരുക. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തലവര തെളിയുന്നതായ സാഹചര്യമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. തൊട്ടതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കഴിവിനൊത്തതായ വികസനങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നഷ്ടങ്ങൾ പലതും ജീവിതത്തിൽ ഇല്ലാതാകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. മാനസികപരമായ വിഷമങ്ങൾ കുറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ നേട്ടങ്ങൾ, തൊഴിൽ രംഗത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനുള്ള അവസരങ്ങൾ, പ്രധാനമായും തൊഴിൽപരമായും ബിസിനസ് പരമായും പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കഷ്ടകാലം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല സംഭവിക്കുന്നത് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും നിങ്ങൾക്ക് നേർവിപരീതമായി സംഭവിക്കുന്നു. ചെയ്യുന്നതായ പല കാര്യങ്ങളും അബദ്ധത്തിൽ കലാശിക്കുന്നതായ സാഹചര്യം, ഇതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും. പ്രധാനമായും അനവധിയാർന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. സമ്പാദ്യ പദ്ധതികൾ ചേരുവാൻ സാധിക്കുക. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക. അത് സഹായധനമാകാം. താൽക്കാലിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകരമായ ധനം കൈകളിലേക്ക് വന്നു ചേരാം. ബിസിനസ് പരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഇത്തരത്തിൽ സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന ദിവസങ്ങളാണ് കൺമുൻപിലുള്ളത് എന്ന് മനസ്സിലാക്കുക. ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസങ്ങളാണ്. അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. ധനുരാശി.
ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനവധിയാർന്ന നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പങ്കാളിയെ ശരിയായ രീതിയിൽ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. കൂടാതെ മാനസികപരമായ സന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമുണ്ട്. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കാത്തതായ വിഷമം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകൾ മൂലം വിഷമങ്ങൾ നേരിടുന്നതായ സാഹചര്യം, ചില തർക്കങ്ങൾ മനസ്സിനെ വേദനിപ്പിച്ചിരിക്കുന്നതായ സാഹചര്യം, മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. അത് സത്യമാണ് എന്നതും വാസ്തവമാണ്. എന്നാൽ അത്തരം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതായ സമയമാണ്. അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. പ്രധാനമായും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. ആരോഗ്യം മെച്ചപ്പെടുന്നതായ സാഹചര്യം വന്നു ചേരും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക ഭദ്രത, സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജീവിതത്തിൽ നേട്ടങ്ങൾ നൽകുന്നതായ അനവധിയാർന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കുടുംബത്തിൽ നിലനിന്നിരുന്നതായ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യം വന്നു ചേരും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. പുതിയ വാഹനം വാങ്ങുവാനുള്ള അവസരം ലഭിക്കും. ബിസിനസ് പരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അനവധിയാർന്ന നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാം. ആഗ്രഹിക്കുന്നതായ സഹായം ലഭിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരാം. ചില വ്യക്തികൾ മൂലം ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ നഷ്ടങ്ങൾ പരിഹരിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ചില കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തതായ ചില ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്കുണ്ട്. വ്യക്തമായ ഉത്തരം ലഭിക്കും. അത്തരത്തിൽ കാര്യങ്ങൾ ഈ 5 ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. ഭാഗ്യം തുണയ്ക്കുന്ന സമയമാകുന്നു. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിലനിന്നിരുന്നതായ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രധാനമായും കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ജീവിതത്തിൽ ആഗ്രഹിച്ചതായ അനവധിയാർന്ന കാര്യങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് അവസരങ്ങൾ ലഭിക്കും. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിലുള്ളത്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. കാരണം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സമയമാണ്. കാരണം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, തൊഴിൽപരമായും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരുക, ലഭിക്കാതിരിക്കുന്നതായ ധനം, പ്രതീക്ഷിക്കുന്നതായ ധനം, ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്ലെങ്കിൽ കാര്യങ്ങൾ നിവർത്തിക്കാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. അത്തരം സാഹചര്യങ്ങൾ അനുകൂലമായി തീരാം. തുടക്കത്തിൽ ചെറിയ ടെൻഷനുകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എങ്കിലും ക്രമേണ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പൊതുവിൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ദിവസങ്ങൾ തന്നെയാണ് മുന്നിലുള്ളത്.